37 വർഷത്തിനിപ്പുറം ഒരു ഹൃദയം തുറന്നുവിട്ട തിരുവാതിരച്ചൊഴിയുടെ വിവരണം. രചന ജയരാജ് കവളപ്പാറ. അവതരണം മുരളീധരൻ വാര്യത്തൊടി. ഒപ്പം പഠിച്ചവന്റെ കയ്യിൽ ഒരിക്കൽ നൽകിയ ഒരു കോമ്പസ് കൊണ്ടുള്ള കുത്ത്. അവനറിയാതെ ആ കയ്യിൽ ക്ലാസ് മുറിയിൽ പിന്നെ ഞാൻ കുറേ വെറുതെ തിരഞ്ഞിട്ടുണ്ട്. എന്റെ ജാലകച്ചാരത്തെ ആ ചപ്പിലച്ചോഴിയുടെ നിഷ്കളങ്കതയാണ് ഓർമ്മയിലെ പ്രിയപ്പെട്ട തിരുവാതിരയോർമ്മ. അതിനുമപ്പുറം ഒരു പ്രത്യേക സുഖമുള്ള പെൺമനസ്സിന്റെ സ്വകാര്യതയിലോ രസമുള്ള ഒരു ഏട്. വാരാന്തപ്പതിപ്പിൽ വന്ന അവളുടെ കവിത ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഓർക്കാൻ അവൾ എഴുതിയ പോലെ സ്വകാര്യതയുടെ ഒരു ഏട് തുറന്നിട്ട്. അവൾ ഇപ്പോഴും ഇതെല്ലാം ഓർക്കുന്നു എന്നത് ചിന്തകളെ പുറകോട്ട് നടത്തിച്ചു. 87 ബാച്ചിലെ 10 സിയിലെ ഒരു 7ാം പീരീഡിലേക്ക്. നിക്ക് ഈ പൂതേനെയും ചോഴിനെയൊക്കെ വലിയ പേടിയാ. രണ്ടും വീട്ടിൽ വന്നാൽ ഞാൻ എൻ്റെ മുറിയിലിരിക്കും, പുറത്തേക്ക് ഇറങ്ങില്ല. എന്നിട്ട് അവര് തിരിച്ചു പോകുമ്പോൾ തെക്കോർത്തുള്ള എൻ്റെ മുറിയുടെ ജനലിലൂടെ ഒന്ന് എത്തി നോക്കും, വെറുതെ ഒന്ന് കാണാൻ. ചങ്ങാതികളോടുള്ള അവളുടെ പറച്ചിൽ കൗതുകത്തോടെയാണ് കേട്ടു നിന്നത്, അവൾ അറിയാതെ. ആ വാക്കുകൾ എന്തോ അകന്നു പോവാതെ അന്നുള്ളിൽ തന്നെ കിടന്നു. ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വന്ന് സാന്നിധ്യം അറിയിച്ചു. അതൊടുക്കം ഒരു തീരുമാനത്തിലെത്തിച്ചു. ഇത്തവണ ചോഴിക്ക് കൂടണം, അവളുടെ വീട്ടിൽ ചെല്ലണം, മുറിക്കരികിലെത്തി ചെറുതായി പേടിപ്പിച്ച് സാന്നിധ്യം അറിയിക്കണം, അവളെ കാണണം. പതിവ് ഭയത്തെ ഉത്സാഹം പേടിപ്പിച്ചു വിട്ടു. ഭാഗ്യം. തിരുവാതിര തലേന്ന് നിലാവ് നിലത്തൊഴുകി പരന്നു. ഉറ്റ ചങ്ങാതികളായ മണിയെയും കുട്ടനെയും നിർബന്ധിച്ച് ഉത്സാഹിപ്പിച്ചു. ഇത്തിരി നേരം മതി, വെറുതെ ചോഴിക്കൊപ്പം കൂടാം, ഒരു രസത്തിന്. മനസ്സിലെ ഉദ്ദേശത്തിന് നല്ല വ്യക്തതയുണ്ടായിരുന്നു. അമ്പലമുറ്റത്ത് നിന്ന് ചോഴി പുറപ്പെട്ടു. ഇത്തിരി നേരം കഴിഞ്ഞതും മണി ചെണ്ടകളിൽ ഒന്ന് കൈക്കലാക്കി കൊട്ടാൻ തുടങ്ങി. കുട്ടൻ ഇലത്താളവും വെറുതെ അവർക്കൊപ്പം നടന്നു. 2 വീടിനപ്പുറം അവളുടെ വീടാണ്. ചപ്പില ചോഴി കെട്ടി ചാടിക്കളിക്കുന്ന സുരേന്ദ്രൻ. വിലപേശലിനൊടുവിൽ 3 ഉറുപ്പ്യയ്ക്ക് കുറച്ചു നേരത്തിന് ചപ്പിലക്കൂട്ട് ഊരിത്തന്നു. അത് മേത്തണിഞ്ഞ് പാള മുഖം മൂടിയും വെച്ച് കൂട്ടത്തിനൊപ്പം നടന്നു. ചോഴിയേ ചോഴിയേ സംഘം ആർത്തു വിളിക്കുന്നുണ്ടായിരുന്നു. ചപ്പില ചോഴികളിൽ ഒന്നായി മാറി ചാടിക്കളിക്കവേ ചെണ്ട കൊട്ടിക്കൊണ്ട് മണി ചുറ്റിലും തിരയുന്നത് രസത്തോടെ കണ്ടു. സുരേന്ദ്രൻ അടുത്തെത്തി ഓർമ്മിപ്പിച്ചു. ഇവിടുന്ന് കിട്ടണ കാശും ഇളനീര് തന്നാത്തും നിക്കെന്നെ തരണട്ടോ, മറക്കണ്ട. സുരേന്ദ്രനെ തട്ടിമാറ്റി വലിയ ആവേശത്തോടെ ഗേറ്റ് കടന്ന അകത്തേക്ക്. തറവാടിന്റെ പൂമുഖത്ത് അവളുടെ അമ്മാവന്മാർ, വലിയ ഇരുപൊളി വാതിൽ ചാരി മുതിർന്ന ചില സ്ത്രീകൾ. തിരക്കിൽ നിന്നും മാറി വീടിന്റെ തെക്കുഭാഗത്തേക്ക് നടന്നു. വലിയ ജനാലകളുള്ള ഒരു മുറി ലക്ഷ്യമാക്കി. അവൾ ആ മുറിയിലുണ്ടെങ്കിൽ ജനാലയിലൂടെ ഒന്ന് എത്തി നോക്കണം, ചെറുതായി ഒന്ന് പേടിപ്പിക്കണം. വലിയ പേടി ഉള്ളിൽ ഉയർന്നപ്പോൾ ആഗ്രഹം പേടിയെ ആശ്വസിപ്പിച്ചു. ചപ്പിലച്ചോഴിയായിട്ടല്ലേ, ആരും അറിയില്ല. സുരേന്ദ്രൻ ഭയങ്കരനാണ്, പാളമുഖം മൂടി ഗംഭീരാക്കിയിട്ടുണ്ട്. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ. ഉമ്മറമുറ്റത്ത് ചോഴിക്കൂട്ടത്തിന്റെ ഗംഭീര പാട്ടും കളിയും. ധൃതിയിൽ ജനാലക്കരികിലെത്തി. ലൈറ്റ് കത്തുന്നു. അഴിജാലകങ്ങളിൽ മുകളിലുള്ളവ തുറന്നു കിടക്കുന്നു. ഇതിലൂടെയാവും പടിക്കലെത്തുമ്പോഴും പോകുമ്പോഴും ചോഴിയെ അവൾ എത്തി നോക്കാറ്. ജാലകങ്ങളിൽ പിടിച്ച് എത്തി വലിഞ്ഞുയർന്ന് മുറിയിലേക്ക് എത്തി നോക്കി. ശരിക്കും ഒന്നും കണ്ടില്ല. കൈ കടഞ്ഞു, താഴേക്ക് ചാടി. ഒരു ശ്രമം കൂടി. ഉയരത്തിലുള്ള ജനാലയുടെ മരപ്പടിയിൽ പിടിച്ച് വലിഞ്ഞുയർന്ന് എത്തി നോക്കി. അയ്യോ, എന്തോ കൈപ്പത്തിയിൽ എന്തോ കുത്തി. താഴേക്ക് ചാടി. കടുത്ത വേദന. തിരിഞ്ഞോടി. ചോഴിക്കൂട്ടം ഗേറ്റിനരികിലെത്തിയിരിക്കുന്നു. ആരാടത് അശ്രീകരം? എവിടുന്നാണാവോ പായണത്? എന്തെങ്കിലും ആ ചെക്കൻ കാട്ടെടുത്തിട്ടുണ്ടാവോ? അവളുടെ ചെറിയമ്മാവൻ കണ്ടിരിക്കുന്നു. മേത്ത് ചപ്പിലക്കൂടുണ്ട്, മുഖത്ത് മുഖം മൂടിയും. ഉറപ്പാണ്, ആളെ മനസ്സിലാവില്ല. ഓടി ചോഴിക്കൂട്ടത്തിൽ കയറി. സുരേന്ദ്രൻ ദേഷ്യത്തിൽ കയ്യിൽ കയറി പിടിച്ചു. ഇജ്ജെങ്ങട്ടടാ തൂറാൻ മാഞ്ഞതാ? ഞാൻ കണ്ടു ഇജ്ജാ തെക്കോട്ട് പായണത്. ഇടത് കൈപ്പൊത്തിയിൽ കടുത്ത വേദന. കൈ വീശി കുടഞ്ഞു.
ചോഴി കെട്ടിയവർക്കൊക്കെ ഈ 2 റുപ്യ കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. പിന്നെയും എന്തെല്ലാമോ അരിശത്തോടെ പിറുപിറുത്ത് സുരേന്ദ്രൻ ചപ്പിലക്കൂടും മുഖം മൂടിയും അഴിച്ചെടുത്ത് സ്വയം അണിഞ്ഞു. പിന്നെ തനിയെ തുള്ളിച്ചാടി ഓടി ചോഴി സംഘത്തിൽ ചേർന്നു. ഒറ്റയ്ക്ക് ആ ഇരുട്ടിൽ നിന്ന് തെക്കുഭാഗത്തെ ജാലകത്തിലേക്ക് നോക്കി. വെളിച്ചമില്ല. കയ്യിലെ കടുത്ത വേദനയേക്കാൾ ഹൃദയം അപ്പോൾ അറിഞ്ഞത് ചെറിയ സാഹസം സമ്മാനിച്ച കുറച്ച് നിമിഷങ്ങളുടെ മധുരം നിറഞ്ഞ വലിയ ഏതോ ഭാവമായിരുന്നു. വിഖ്യാതനായ കാർട്ടൂണിസ്റ്റ് വാരാന്ത പതിപ്പിലെ അവളുടെ കവിതയ്ക്ക് വരച്ചിട്ട തിരുവാതിര ചോഴിയുടെ ചിത്രം ആഹ്ലാദം കലർന്ന അഭിമാനമായി. 37 വർഷത്തിനിപ്പുറം ഓർത്തവൾ എഴുതിയ ആ അനുഭവമാവട്ടെ ഹൃദയത്തിൽ അന്ന് അനുഭവിച്ച നോവും സുഖവും സമം പകരുന്ന അനുഭൂതിയായി. മറന്നിട്ട ചില മുഹൂർത്തങ്ങൾ പിന്നീട് അരികിലെത്തുമ്പോൾ അങ്ങനെയാണ്. വാക്കുകൾ അവസ്ഥയെ അറിയിക്കാൻ അശക്തരാവും. ഇതുപോലെ